ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞാനും ഇക്കാക്കിയും എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. എൻ്റെ കസിൻസിൻ്റെ ഹൗസ് വാമിങ് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ടൈമിൽ നമ്മൾ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയൊക്കെ പോകാനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ലുലുവിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഇതേ നമ്മുടെ ലുലു മാളൊക്കെ എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഹെവി ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ലുലുവിൽ. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമാണ് കയറിയത്. കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഒരു സെക്ഷനിലോട്ടും പോകാൻ പറ്റിയില്ല. ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി ഒന്നും പറ്റാത്തതുകൊണ്ട് തന്നെ വേറെ അധികം ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. സാധാരണ ലുലുവിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സെക്ഷനിലും കയറി ഇറങ്ങിയിട്ട് പോരാറുള്ളൂ. ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാം വെറുതെ ഇങ്ങനെ നോക്കി നടന്ന് പോരാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഭയങ്കര തിരക്കായിപ്പോയി. ഒരു ബിസി ഡേ ആയിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മളിതേ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഒരു കുഞ്ഞു കുപ്പിൽ ലിമിക്കയും കോളയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിക്കാനാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. ഡിസംബർ ആണെന്ന് തോന്നണേ ഇല്ല, അത്രയ്ക്ക് ചൂടും വെയിലും ഉണ്ടായിരുന്നു. ഞാൻ കോള കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മാത്രം വണ്ടിക്ക് ഭയങ്കര കുലുക്കുമായിരുന്നു ഗൈസ്. പിന്നെ കാക്കക്ക് ഒരു അർജൻറ്റ് കോൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് കാക്ക കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പുറത്തിരുന്ന് കോളയൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കേട്ടില്ലേ, ഇവിടെ ഒരാൾക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. എനിക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലും തുറന്നിട്ടുണ്ടായില്ല. അങ്ങനെ തുറന്നൊരു ഹോട്ടലിലോട്ട് നമ്മൾ കയറി. മജ്ലിസിലാണ് നമ്മൾ കയറിയത്, നോർത്ത് പറവൂരുള്ള. അങ്ങനെ അവിടെ കയറി നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇക്കാക്ക ബീഫ് ബിരിയാണി, ഞാൻ പതിവ് പോലെ ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വേറെ എങ്ങോട്ടും ഇല്ല, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ശരിക്കും വീട്ടിൽ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് എത്തുള്ളൂ, ഒന്നില്ലേ സന്ധ്യയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഉച്ചക്ക് തന്നെ വീട്ടിലെത്തി. അങ്ങനെ എൻ്റെ വീട് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. കയറി ചെന്നപ്പോൾ തന്നെ ഒരാൾ പണിയെടുത്തുകൊണ്ടിരിക്കണേ കേട്ടോ. ഇതെൻ്റെ ബ്രദറാണ്. ഇത് ഏറ്റവും ഇളയ ബ്രദറാണ് കേട്ടോ. നേരത്തെ കണ്ട അജ്മലും ഇത് ആഷിക്കും. ഉമ്മച്ചി വെള്ളമൊക്കെ തരേണ്ട. ഉമ്മച്ചി ക്യാമറ കണ്ട ആ ചമ്മലിൽ നിൽക്കണേണ്. അത് കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് കണ്ണ് ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു. അപ്പം നമ്മൾ എല്ലാ കണ്ണ് ഡോക്ടറിൻ്റെ അടുത്തും പോയി. പക്ഷേ ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഷെയ്ക്കും സാൻഡ്വിച്ചൊക്കെ മേടിച്ച് കഴിച്ചു. ഞങ്ങൾ വീഡിയോ എടുക്കണ്ടിട്ട് വാപ്പിച്ച് വന്നൊന്ന് എത്തി നോക്കി പോകുന്നുണ്ട്. വേറെ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി എണീച്ച് വേഗം ഡ്രസ്സൊക്കെ മാറി എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എറണാകുളം മുളവുകാടാണ്. ഞങ്ങളിതേ കിഴങ്ങ് വറുത്തൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോഴാണ് കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ വന്നേക്കണേ. ഒരു കുഞ്ഞി പപ്പാഞ്ഞിയും ഒക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അവർ ഡാൻസൊക്കെ കാണാനായിട്ട്. അങ്ങനെ എല്ലാവരും ഇതൊക്കെ നോക്കി പുറത്ത് വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കണേണ്. ഇവിടെ എൻ്റെ അനിയൻ ചില്ല് ചെയ്ത് വൈബ് ചെയ്തുകൊണ്ടിരിക്കണേണ്. പിന്നെ അവിടെ ഒരു പൂച്ചനെ കണ്ടിട്ടാ. അപ്പം ഞാൻ അതും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട്. പോണ വഴിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജയൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.